അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ഇടുങ്ങിയ പടയങ്കിയിൽ നിന്നും രക്ഷപ്പെടേണ്ടേ? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മസലല്ലദീ യഅ്മലു സയ്യിആതി സുമ്മ യഅ്മലു സയ്യിആതി കമസലി റജുലിൻ കാനത് അലൈഹി ദിർഉൻ ലയ്യിഖത്തുൻ ഖദ് ഖനഖതുഹു സുമ്മ അമില ഹസനതൻ ഫൻഫക്കത് ഹൽഖത്തുൻ സുമ്മ അമില ഹസനതൻ ഉഖ്റാ ഹത്താ യഖ്റുജ ഇലൽ അർള്. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം തിന്മകൾ ചെയ്യുകയും പിന്നീട് പശ്ചാത്തപിച്ച് നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ ഉദാഹരണം ശ്വാസം മുട്ടുമാറുള്ള ഇടുങ്ങിയ പടയങ്കി ധരിച്ചവനെ പോലെയാണ്. പിന്നീട് അയാൾ നന്മ ചെയ്തപ്പോൾ പടയങ്കിയുടെ കണ്ണി അഴിഞ്ഞു. ശേഷം അയാൾ വേറെയും നന്മ ചെയ്തു. അങ്ങനെ അയാൾ ഭൂമിയിലേക്ക് തുറസായി. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഷംസിൽ അല്ലാഹു പറയുന്നുണ്ട്, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ആത്മാവിനെയും അതിനെ ശരിപ്പെടുത്തിയതുമാണ് സത്യം. എന്നിട്ട് അതിന് അതിൻ്റെ തഖ്വയും ഫുജൂറും നന്മയെയും തിന്മയെയും കുറിച്ചുള്ള അവബോധങ്ങൾ തോന്നിപ്പിച്ചു എന്ന്. കുട്ടിക്കാലത്ത് പിഞ്ചിളം പ്രായത്തിൽ സ്ലേറ്റിൽ എഴുതി പഠിക്കുമ്പോൾ തന്നെ ആ സ്ലേറ്റിൽ എഴുതിയത് തെറ്റിയാൽ മായ്ക്കാനുള്ള എന്തെല്ലാം സംവിധാനങ്ങൾ വേണമോ അതെല്ലാം കുട്ടികളുടെ കയ്യിൽ ഉണ്ടാവാറുണ്ട്. ഇനി കുറച്ച് വലുതായാൽ പെൻസിൽ കൊണ്ട് എഴുതി ശീലിച്ചാൽ ആ പെൻസിലിൻ്റെ കൂടെ മായ്ക്കാനുള്ള റബ്ബറും ഉണ്ടാകും. ഇനിയും വലുതായി ഉദ്യോഗസ്ഥന്മാരായി മാറിയാൽ പോലും അവർ പേന കൊണ്ട് എഴുതുമ്പോൾ വൈറ്റ്നർ ഉണ്ടാവും, അഥവാ തെറ്റിയാൽ തിരുത്താൻ വേണ്ടി. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ തെറ്റുകൾ തിരുത്തണമെന്നും തെറ്റായി അവശേഷിപ്പിക്കരുത് എന്നും അവ മായ്ച്ചു കളഞ്ഞ് തിരുത്തി ശരിയുണ്ടാക്കണമെന്നും ശരിയിലേക്ക് എത്തണമെന്നുമുള്ള പാഠം നാം പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ജീവിത പാഠശാലയിൽ ഈ പാഠം അതിനേക്കാൾ ഫിറ്റാണ്. ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തെറ്റുകളെ തിരുത്തി ആ തിരുത്തൽ പ്രക്രിയയിലൂടെ കൂടുതൽ നല്ല അവസ്ഥയിലേക്ക് സ്വന്തം ജീവിതത്തെ എത്തിക്കേണ്ടവനാണ് വിശ്വാസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും വളരെ മികച്ച ഹൃദയസ്പൃക്കായ ഉദാഹരണങ്ങളിലൂടെ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയും ചെയ്യും. അത്തരത്തിൽ തിന്മകൾ മായ്ച്ചു കളയേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച വളരെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ ഹദീസ്. ഇതിൽ ഇടുങ്ങിയ പടയങ്കി ധരിച്ച ഒരാളെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരിച്ചിരിക്കുന്നത്. ആ പടയങ്കി കാരണം അയാൾക്ക് വളരെയധികം ഇടുക്കം അനുഭവപ്പെട്ടു, അയാൾക്ക് ശ്വാസം മുട്ട് അനുഭവപ്പെട്ടു. പിന്നീട് ആ പടയങ്കിയുടെ കണ്ണികൾ അഴിയുകയും അങ്ങനെ ആ പടയങ്കി ഇടുങ്ങിയ അവസ്ഥയിൽ നിന്നും ശരീരം അതിനകത്ത് നല്ല രൂപത്തിൽ ഉൾക്കൊള്ളാൻ പറ്റും വിധം വിശാലമാവുകയും ചെയ്തു. അതുപോലെയാണ് തിന്മ ചെയ്ത് നന്മയിലേക്ക് പോകുമ്പോൾ ഈ കുടുസതയും പ്രയാസവും ഇല്ലാതായി നല്ല അവസ്ഥയിലേക്ക് ഒരാൾ എത്തും. നന്മയിലേക്ക് തിന്മയിൽ നിന്നും തിരിച്ചു നടക്കുമ്പോൾ, തിന്മയിലൂടെ മാത്രം സഞ്ചരിക്കാതെ തിന്മ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും നന്മയിലേക്ക് തിരിച്ചു നടക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെയാണ് സംഭവിക്കുക. അഥവാ തിന്മയുടെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനെ ശ്വാസം മുട്ടിച്ചു കൊണ്ടിരിക്കുന്ന പടയങ്കിയെ പോലെയാണ്. ഓരോ തിന്മയും സങ്കോചിക്കുന്ന പടയങ്കി പോലെ മനുഷ്യനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു, അവനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തിന്മയിൽ നിന്നും പശ്ചാത്തപിച്ച് തിരുത്തി നന്മകൾ ചെയ്യാൻ തയ്യാറായാൽ പടയങ്കികളുടെ കണ്ണികൾ അഴിഞ്ഞ് പടയങ്കി വികസിക്കുന്നത് പോലെ പടയങ്കിയിൽ സ്വന്തം ശരീരം ഇടുങ്ങിയ അവസ്ഥയിലുണ്ടായിരുന്ന ഒരു പടയാളി ഈ കണ്ണികൾ അഴിയുന്നതോടെ ആ പടയങ്കി വിശാലമായി ആ മനുഷ്യന് സമാശ്വാസം ലഭിക്കുന്നത് പോലെ തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള നടത്തത്തിൽ ഓരോ വിശ്വാസിക്കും സമാശ്വാസം ലഭിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ സഹജാവമായ ഭാവം നന്മയാണെങ്കിലും പല കാരണങ്ങളാൽ തെറ്റുകൾ സംഭവിക്കാം. സ്വന്തം മനസ്സ് തെറ്റിലേക്ക് കൽപ്പിച്ച് തെറ്റുകളിലേക്ക് ആളുകളെത്താം. പിശാചിൻ്റെ സ്വാധീനം മുഖേന
തെറ്റുകൾ ചെയ്യാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മുഖേന തെറ്റുകൾ ചെയ്യാം. തിന്മകളെ വലിയ ഗൗരവത്തിലെടുക്കാതെ അതിപ്പോൾ എന്താ, അങ്ങനെയായാൽ, അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ചെയ്താൽ എന്ന മനസ്സോടുകൂടി തെറ്റുകൾ ചെയ്യുന്ന ആളുകളുമുണ്ടാകാം. ഇത്തരം ആളുകളുടെ തെറ്റുകളെല്ലാം തന്നെ സയ്യിഅത്ത് എന്ന പേരിലാണ് ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത്. സയ്യിഅത്ത് എന്നാൽ ഭൗതികമായി നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന, പാരത്രികമായി നമ്മുടെ രക്ഷക്കും മോക്ഷത്തിനും എതിരാകുന്ന എന്തെല്ലാമുണ്ടോ അതെല്ലാമാണ്. ഹസനത്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നന്മ. ആ ഹസനത്ത് എന്നാൽ ഭൂമിയിൽ നമുക്ക് ക്ഷേമവും സമാധാനവും ഉണ്ടാക്കിത്തരും, പരലോകത്ത് നമുക്ക് രക്ഷയുണ്ടാക്കിത്തരും. ഭൗതികമായ ക്ഷേമത്തിനും പാരത്രികമായ മോക്ഷത്തിനും ഒരുപോലെ ഇടയാക്കുന്ന മനസ്സും വാക്കും പ്രവൃത്തിയുമെല്ലാം ഹസനത്താണ്. സയ്യിഅത്ത് ഒഴിവാക്കി ഹസനത്തിലേക്കൊരു വിശ്വാസി യാത്ര നടത്തിയാൽ ആ യാത്രയോടുകൂടി അവൻ്റെ കുടുസതയും ഇടുസതയും ഇല്ലാതാവുകയും വളരെ നല്ല അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നത്. തിന്മകൾ സംഭവിച്ചാൽ ആ തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമാണ്. അങ്ങനെ നന്മകൾ വർദ്ധിപ്പിച്ച് തിന്മയുടെ കുടുസതയിൽ നിന്ന് രക്ഷപ്പെട്ട് കൂടുതൽ വിശാലമായ അവസ്ഥയിലേക്കും നന്മ നിറഞ്ഞ ജീവിതത്തിലേക്കും എത്തി അതുവഴി സ്വർഗത്തിലേക്കെത്താൻ കഴിയേണ്ടതുണ്ട്. തെറ്റുകൾ തിരുത്തലാവട്ടെ ജീവിതം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.